തൃക്കണ്ണിൽ തെളിയുന്നു കാവ്യമുണരും കാരുണ്യദിവ്യാമൃതം. തൃക്കൈയിൽ നിറയുന്നു രാഗമുയരും കാട്ടോടതൻ ഭംഗിയും. തൃപ്പാദേ വിലസുന്നു ഭക്തി തെളിയും പൂജാമലർ ഭംഗിയായി. തൃക്കൺ പാർക്കുക എൻ്റെ ദേവ ഗുരുവായൂരിൽ മിന്നും ഹരേ. ഗുരുഭവന പുരിയിലെത്തി കുളി കഴിഞ്ഞു വരിയിലെത്തി കണ്ണടച്ചു പാടി ഞാനും നാരായണ. ഗുരുഭവന പുരിയിലെത്തി കുളി കഴിഞ്ഞു വരിയിലെത്തി കണ്ണടച്ചു പാടി ഞാനും നാരായണ. നാരായണ ഹരേ നാരായണ. നാരായണ ഹരേ നാരായണ. ഗുരുഭവന പുരിയിലെത്തി കുളി കഴിഞ്ഞു വരിയിലെത്തി കണ്ണടച്ചു പാടി ഞാനും നാരായണ. എന്റെ കൂടെ നിന്നിരുന്ന ഭക്തജനമൊന്നടങ്കം കൈയടിച്ചു പാടിയൊപ്പം നാരായണ. നാരായണ ഹരേ നാരായണ. നാരായണ ഹരേ നാരായണ. പൊന്തിടമ്പുമേന്തി നിൽപ്പു ചന്തമേറിടുന്നൊരാന പിന്നിലായുയർന്നു കേട്ടു നാരായണ. കേളികൊട്ടുയർന്ന നേരം കേട്ടിടുന്നു കാതിലായി കേശവന്റെ പുണ്യനാമം നാരായണ. നാരായണ ഹരേ നാരായണ. നാരായണ ഹരേ നാരായണ. മെല്ലെ മെല്ലെ നീങ്ങി ഞാനും മുന്നിലെത്തി കൈകൾ കൂപ്പി കൃഷ്ണരൂപം കണ്ടു ചൊല്ലി നാരായണ. പാദതീർത്ഥമേറ്റു വാങ്ങി ചന്ദനക്കുറിയണിഞ്ഞു പൂചൂടി പാടി പിന്നെ നാരായണ. നാരായണ ഹരേ നാരായണ. നാരായണ ഹരേ നാരായണ. ഊട്ടുപുര തന്നിൽ നിന്നും കാമദോഷം പൊങ്ങിടുന്നു കൂട്ടുചേർന്നു പാടി ഞങ്ങൾ നാരായണ. മാനസത്തിലായിരുന്നു മാധവൻ പറഞ്ഞിടുന്നു നാമജപം പാപഹരം നാരായണ. നാരായണ ഹരേ നാരായണ. നാരായണ ഹരേ നാരായണ. മാനസത്തിലായിരുന്നു മാധവൻ പറഞ്ഞിടുന്നു നാമജപം പാപഹരം നാരായണ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നാരായണ. നാരായണ ഹരേ നാരായണ. നാരായണ ഹരേ നാരായണ. നാരായണ ഹരേ നാരായണ. നാരായണ ഹരേ നാരായണ. ഹരേ നാരായണ. ഹരേ നാരായണ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗ
നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്തായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഭർത്താവ് നഷ്ടപ്പെട്ട, ആരോരുമില്ലാതെ അനാഥയായി മാറി ഒരമ്മയുടെ വേദനയാണ് വേദസ്വരൂപന്റെ പാതാരബന്ധങ്ങളിലുള്ള സമർപ്പണമാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ. തൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ തൻ്റെ ഉദരത്തിലുള്ള ആ അഭിമന്യു സുതനെ ഇല്ലാതെ ആക്കാൻ അങ്ങ് അകലേന്ന് പാഞ്ഞു വരുന്ന ബ്രഹ്മാസ്ത്രം, അതെന്താണെന്ന് പോലും അറിയുന്നില്ല. ചുട്ടുപൊഴിപ്പിച്ച ഇരുമ്പ് ദണ്ട് പോലെ എന്തോ ഒന്ന് തൻ്റെ നേർക്ക് വരുന്നു. തനിക്ക് രക്ഷയായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ആ അമ്മയ്ക്കുണ്ടായി. ആ അമ്മയാണ് ഉത്തര. ഉത്തരാദേവിയുടെ ആ വാക്കുകൾ തൻ്റെ പാദത്തിൽ വീണ് കിടക്കുന്ന അഭിമന്യുവിന്റെ പ്രിയ പത്നിയെ കണ്ടപ്പോ ഭഗവാൻ ആ പെൺകുട്ടിയെ രക്ഷിച്ചു. സുദർശനേന സ്വാസ്ത്രേണ വ്യസനം വീക്ഷ്യ തത്തേഷാമനന്യവിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം യഥാദേവി. ആ പെൺകുട്ടിയെ രക്ഷിക്കുക മാത്രമല്ല, ആ പെൺകുട്ടിയുടെ ഉദരത്തിലേക്ക് കടന്ന് ഉദരത്തിൽ അസ്ത്രപ്രജ്ഞനായി തീർന്ന ആ ചൈതന്യത്തെ ഭഗവാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് ആ ഉണ്ണി വിഷ്ണുരാധൻ എന്നറിയപ്പെടാൻ തുടങ്ങി. ആ ഉണ്ണി ഉണ്ടായപ്പോ മറ്റൊരു പേരിനെ കുറിച്ച് സംശയം ഉണ്ടായില്ല. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഈ ഉണ്ണിയുടെ പേര് വിഷ്ണുരാധൻ. ആ ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേകം കണ്ട് പ്രയാണാഭിമുഖം കൃഷ്ണമിതമാഹ പ്രധാസതി. ആ കുന്തിദേവി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഉണ്ണിയെ തൻ്റെ സഹോദരപുത്രൻ എന്ന ഭാവത്തിൽ കണ്ട് സ്നേഹവാത്സല്യങ്ങളോടെ എന്നും തൻ്റെ മാറോട് ചേർത്ത് പിടിക്കാറുള്ള ഉണ്ണിയെ ഇപ്പതാ തൻ്റെ ദുഃഖങ്ങളിൽ നിന്നൊക്കെ തന്നെ രക്ഷിക്കുന്ന ആ ഉണ്ണിയെ വീണ്ടും തൻ്റെ കുടുംബത്തെ, തൻ്റെ വംശത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ കാരുണ്യ സ്വരൂപന്റെ പാതാരബിന്ദങ്ങളിൽ കാലടികളിൽ വീണ് നമസ്കരിച്ച് പറയുന്നു, നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. സകല ചരാചരങ്ങളുടെയും അകത്തും പുറത്തും മിന്നിത്തിളങ്ങുന്ന ആ ആദ്യപുരുഷനായിരിക്കുന്ന, പ്രകൃതിയിൽ നിന്ന് വിട്ടിരിക്കുന്ന പ്രധാന പുരുഷനായിരിക്കുന്ന അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ അടിയനിതാ നമസ്കരിക്കുന്നു. സത്യത്തിൽ പരമഹംസന്മാരായിട്ട് ഋഷീശ്വരന്മാർക്ക് പോലും അവിടുത്തെ മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് കഥം പശ്യേമഹി സ്ത്രീയ, കേവലം ഒരു സ്ത്രീയായ എനിക്ക് അവിടുത്തെ അറിയാനായിട്ട് സാധിക്കും? അടിയനെ അറിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ, ഇതൊക്കെയാണ് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ. കൃഷ്ണനാണ്, വസുദേവപുത്രനാണ്, ദേവകീപുത്രനാണ്, നന്ദഗോപരുടെ കുമാരനാണ്, ഗോവിന്ദനാണ്, യശോദാനന്ദനാണ്. ഈ അമ്മയെ ഓരോ സന്ദർഭത്തിലും അവിടുന്ന് വന്ന് രക്ഷിക്കാറുണ്ട്. ഓരോ ദുഃഖങ്ങൾ വരുമ്പോഴും എല്ലാം മറന്ന് അവിടുത്തെ വിളിക്കുമ്പോൾ അവിടുന്ന് ഓടി വരാറുണ്ട്. ഒരർത്ഥത്തിൽ ദേവകീ ദേവിയേക്കാൾ കൂടുതൽ സ്നേഹം എന്നോട് കാണിച്ചു എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. അവിടെ വലിയ സഭാമധ്യത്തിൽ വെച്ച് ദ്രൗപദിയെ അപമാനിക്കാൻ പുറപ്പെട്ടപ്പോ, ഭീമസേനന് വിഷം കൊടുത്ത് കൊല്ലാൻ പുറപ്പെട്ടപ്പോ, വനവാസ യാത്രയ്ക്കിടയിൽ ദുർവാസസിന്റെ അതിഭീകരമായ ശാപത്തിയിൽ ഞങ്ങൾ മുഴുവൻ ദഹിച്ചില്ലാതെയാകാൻ പുറപ്പെട്ടപ്പോ, അതേപോലെ ഇപ്പതാ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിത, ദ്രൗണിയുടെ അസ്ത്രത്തിൽ നിന്നും ഞങ്ങൾ രക്ഷിച്ചു. അപ്പൊ സത്യത്തിൽ ഈ രക്ഷ കാണുമ്പോ തോന്നുകയാണ്, സത്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ദുഃഖങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ. കാരണം ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഞങ്ങൾ അവിടുത്തെ വിളിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വലിയൊരു പാഠമായിട്ട്
കുന്തിദേവിയുടെ സ്തുതി. നമ്മളും അങ്ങനെയാണ്. ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഭഗവാനെ വിളിക്കും. സുഖത്തിന്റെ സൗഭാഗ്യത്തിന്റെ കൊടുമുടിയിലിരിക്കുമ്പോൾ ഭഗവാനെ മറന്നു പോവാറുണ്ട്. അപ്പൊ ഭഗവാന് നമ്മളെ മറക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ഓർക്കണമെങ്കിൽ ദുഃഖമാണതിന് നല്ലതെങ്കിൽ ഭഗവാൻ ദുഃഖം തരും. കാരണം ഭഗവാൻ ഹിതകാംക്ഷിയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ദുഃഖത്തിൽ ഭഗവാനെ വിളിച്ച് കരയുന്ന കുന്തി പറയുകയാണ്, ദുഃഖം എന്നെ സംബന്ധിച്ചിടത്തോളം, ആപത്തുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്പത്താണ്. അതുകൊണ്ട് വിപദ സന്ധു, ഞങ്ങൾക്ക് ആപത്തിനെ തരണേ. ആപത്താണ് ഏറ്റവും വലിയ സമ്പത്ത്. കാരണം എന്താ? ആപത്തുണ്ടെങ്കിൽ അവിടുത്തെ വിളിക്കും. അവിടുത്തെ കാണുക എന്ന അവിടുത്തെ ദർശന സൗഭാഗ്യമാകുന്ന സമ്പത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് ഈ ആപത്തുകളാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാനെ എന്നെന്നും ആപത്തുകളെ തരണേ. ജന്മം കൊണ്ടും ഐശ്വര്യം കൊണ്ടും ഒക്കെ എല്ലാം മറക്കുന്ന മനുഷ്യൻ അവിടുത്തെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് നിങ്ങൾക്ക് ഈ ആപത്ത് തരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടുത്തെ ഈ ലീല ഇത് ആർക്കാണ് മനസ്സിലാവുക? അവിടുന്ന് കൃഷ്ണനായി അവതരിച്ചിട്ട് എന്തെല്ലാം ലീലകളാണ് ആടിയത്. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അവിടുന്ന് സൂര്യൻ പ്രകാശിക്കുന്നതും അഗ്നി ജ്വലിക്കുന്നതും കാറ്റ് വീശുന്നതും ആരെ പേടിച്ചിട്ടാണോ? ആ ചൈതന്യ വസ്തു അമ്മയുടെ മുമ്പിൽ ഒരു ചെറിയൊരു മൈപ്പീരിത്തുണ്ടിന്റെ മുമ്പിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്നത്, ആ ചുണ്ടുപിടുത്തി കരയാൻ തുടങ്ങുന്നതൊക്കെ എന്നിൽ അത്ഭുതമുണ്ടാകും. വസുദേവരും ദേവകിയും ആഗ്രഹിച്ചത് കൊണ്ടാണ് അവിടുന്ന് ഇത്തരത്തിലൊരു വേഷം കെട്ടിയത് എന്ന് ചിലര് പറയുന്നുണ്ട്. ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് അവതരിച്ചത് എന്ന് മറ്റു ചില ആളുകൾ പറയുന്നു. ഇവിടെ ഈ യദുകുലമാകുന്ന മലയപർവ്വതത്തിൽ അവിടുന്ന് ചന്ദനമായി അവതരിച്ചത് ലോകത്തിൽ ധർമ്മരക്ഷയ്ക്കാണ് എന്ന് മറ്റു ചിലർ പറയുന്നു. ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരെ ഇല്ലാതെയാക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമാണ് എന്ന് മറ്റു ചിലർ പറയുന്നു. ഏതായാലും ഭഗവാനെ അവിടുത്തെ ഈ ദിവ്യമായ സ്വരൂപം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ സ്നേഹപാശത്തെ ദൃഢം പാണ്ഡുഷോഷ്ടിഷു ഛിന്തി, സ്നേഹപാശത്തെ മുറിച്ചു കളയാൻ അവിടുന്ന് തന്നെ അനുഗ്രഹിക്കണം. അടിയനാകുന്ന ഭക്തി ഗംഗ അവിടുത്തെ പാതാരവിന്ദങ്ങളിലേക്ക് നിത്യമൊഴുകാൻ അവിടുന്ന് അനുഗ്രഹിക്കണം. യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പ്രാർത്ഥിക്കുന്ന കുന്തിദേവിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പ്രഥമസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ. ഇനി 8-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ പ്രകരണത്തിൽ നമുക്ക് ഗജേന്ദ്രമോക്ഷത്തിൽ അവിടെ ഒരു ദന്തി പ്രാർത്ഥിക്കുന്നു. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഇവിടെ കുന്തി പ്രാർത്ഥിക്കുന്നു, യോഗേശ്വരാഖില ഗുരു ഭഗവൻ നമസ്തേ. അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ അച്ഛൻപെങ്ങളുടെ അതിഗംഭീരമായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആ സ്തുതി കേട്ടിട്ട് ഭഗവാൻ ഒന്ന് ചിരിച്ചു. അത്രയും ഉണ്ടായിരുന്നു. ഭഗവാന്റെ ചിരി എന്ന് പറഞ്ഞ മായയാണ്. എന്തിനാ ഭഗവാൻ ചിരിച്ചത്? ഈ അച്ഛൻപെങ്ങളുടെ ഉള്ളിൽ ഈശ്വരീയമായ ഭാവത്തിൽ താൻ നിൽക്കുകയല്ല വേണ്ടത്, താൻ സഹോദരപുത്രനായിട്ട് തന്നെ നിൽക്കട്ടെ. അപ്പോഴാണ് തൻ്റെ ലീലകളുടെ മാധുര്യമൊക്കെ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവരൊക്കെ കൂടി തന്നെ ഈശ്വരനായി കണക്കാക്കി പൂജിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം ധർമ്മപുത്രരോടും പാണ്ഡവന്മാരോടും കൂടി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് ഭഗവാൻ യാത്രയായി. എന്തിനാണ്? ധർമ്മപുത്രരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ ഇല്ലാതെയാക്കണം. അതേപോലെ തന്നെ ജ്ഞാനസമ്പന്നനായ ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തോത്തമനായ ഭീഷ്മരെ അനുഗ്രഹിക്കണം. ഇത് രണ്ടും ഒരുമിച്ച് നടക്കണം. ഭീഷ്മരിലൂടെ ആ ഉപദേശം ധർമ്മപുത്രർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ ഭീഷ്മരെ അനുഗ്രഹിച്ച് ഈ ലോകത്തിലെ തൻ്റെ ആ ലീലകൾ അവസാനിപ്പിച്ച് തിരിച്ചു പോകേണ്ട സമയമായിരിക്കണം. എന്നെ കാത്തു കിടക്കുകയാണ് ശരശയ്യയിൽ നിന്ന് തിരിച്ചറിഞ്ഞ ഭഗവാൻ അവിടെ യാത്രയാണ്. എന്തിനാ ധർമ്മപുത്രനെ ഉപദേശിക്കുന്നത്? ധർമ്മപുത്രൻ ആലോചിക്കുകയാണ്, സത്യത്തിൽ എൻ്റെ അവസ്ഥ എത്ര മോശമാണ്. ഞാൻ അധികാരത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. 18 അക്ഷൗഹിണി സൈന്യം തകർന്നു. എത്രയോ നിരപരാധികൾ കൊല്ലപ്പെട്ടു. അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികളുടെ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാരുടെ, സഹോദരന്മാരെ നഷ്ടപ്പെട്ട സഹോദരിമാരുടെ ഒക്കെ ദീനവിലാപം
എൻ്റെ കാതുകളിൽ ദാ തുളച്ചു കയറും. അവരുടെ രക്തക്കറ പുരണ്ട എൻ്റെ ഈ കൈകൾ ഇതുകൊണ്ട് ഇനി എത്ര യാഗങ്ങൾ നടത്തിയാൽ എനിക്ക് ഈ പാപത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും? എന്നിട്ട് ഞാൻ നേടിയതോ കേവലം ഈ അധികാരം മാത്രം. ഈ അധികാരത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഗുരുനാഥന് നേരെ വരെ ആയുധം പ്രയോഗിച്ചില്ലേ? ബാലദ്വിജ സുഹൃന്മിത്ര പിതൃഭ്രാതൃ ഗുരുദ്രോഹ അവരെ മുഴുവൻ കൊന്നവനാണ് ഞാൻ. ഇനി 5000 വർഷം 10000 വർഷങ്ങൾ കൊണ്ട് പോലും എനിക്ക് മോക്ഷം ലഭിക്കില്ലല്ലോ. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നു. അർജുനന് ഭഗവത്ഗീതയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ട ഉപദേശം കൊടുത്ത ഭഗവാന് ഈ ധർമ്മപുത്രനെ ഒന്ന് നോക്കിയാൽ മതി, ധർമ്മപുത്രന്റെ എല്ലാ ജ്ഞാനങ്ങളും തീരും. പക്ഷെ അതല്ല, ഭീഷ്മരിലൂടെ വേണം ഈ അനുഗ്രഹം എന്ന് ഭഗവാൻ തൃപ്തിപ്പെടുത്തി ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിരവധി ഋഷീശ്വരന്മാര് വന്നിട്ടുണ്ട്. പർവ്വതൻ, നാരദൻ, ധൗമ്യൻ, ശ്രീശുബ്രഹ്മർഷി, ബൃഹദശ്വൻ, വേദവ്യാസൻ, ഭരദ്വാജൻ, അതേപോലെ പരശുരാമൻ തുടങ്ങിയ ആളുകൾ മുഴുവൻ അവിടെ വന്നിട്ടുണ്ട്. അവര് ഭീഷ്മരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ പാണ്ഡവന്മാരോടുകൂടി അവിടെ എത്തി. ഭഗവാനെ എല്ലാം അറിയുന്ന പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാല വിഭാഗത്തിൽ ഹൃദിസ്ഥം പൂജയാമാസ. ധർമ്മജ്ഞനായ ഭീഷ്മര് തൻ്റെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ഭഗവാനെ വേണ്ട പോലെ പൂജിച്ചു. അതിനുശേഷം ധർമ്മപുത്രർക്ക് വേണ്ടതായിട്ട് ഉപദേശം കൊടുത്തു. ധർമ്മപുത്രനോട് പറഞ്ഞു, ഉണ്ണി നീ രാജാവായിട്ടിരിക്കുക. പ്രകോദരൻ, ഭീമസേനൻ ഗദാധാരിയായിട്ട് നിന്റെ കൂടെ, ഗാണ്ഡീവധാരിയായിട്ട് നിന്റെ അനുജനായിരിക്കുന്ന അർജുനൻ, പിന്നെയോ സുഹൃൽ കൃഷ്ണ, നിങ്ങളുടെ ഒപ്പം കൂട്ടുകാരനായിട്ട് ആരുണ്ട്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ. എന്നിട്ടും തഥോവിപത്, പിന്നെയും നിനക്ക് ആപത്തുകൾ വരുന്നു എന്നുണ്ടെങ്കിൽ തസ്മാദിതം ദൈവതന്ത്രം, ഇത് ഈശ്വരന്റെ സങ്കല്പമാണ് എന്ന് ഉറപ്പിച്ചു. ഇത് ഈശ്വര സങ്കല്പം മാത്രമാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കില്ല. ഈശ്വരൻ നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ പോവുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഒരാളെയും നീ കൊന്നു എന്ന് കരുതി വിഷമിക്കരുത്, നീ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഈ ഭഗവാനെ യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം മകരോ സജീവം ദൂതം സൗഹൃദാദ സാരഥ്യം, ഇങ്ങനെയൊക്കെയാണ് കാണുന്നതെങ്കിലും ഈ ഭഗവാൻ ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. അമ്മാവൻ്റെ മകനായും കൂട്ടുകാരനായും മിത്രമായും അതേപോലെ ദൂതനായും ചില സന്ദർഭങ്ങളിൽ സൂതനായും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ ഭഗവാനിൽ അല്പം പോലും മാനുഷികമായ ചിന്തകൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാം ഭഗവാന്റെ സങ്കല്പമാണ് എന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് ദാനധർമാൻ, രാജധർമാൻ, മോക്ഷധർമാൻ, സ്ത്രീധർമാൻ, ഭഗവത് ധർമാൻ, ധർമ്മ അർത്ഥകാമ മോക്ഷാംശ സഹോപായൻ എല്ലാം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ആ ധർമ്മപുത്രനെ വേണ്ടതുപോലെ അനുഗ്രഹിച്ചു, സമാധാനം കൊടുത്തു. എല്ലാ തരത്തിലുള്ള സംശയങ്ങളും തീർന്നു. ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി കുറച്ചുകൂടി ഉറപ്പിക്കാൻ ഈ ഭീഷ്മരുടെ വാക്കുകൾക്ക് സാധിച്ചു. ഭീഷ്മര് പിന്നീട് ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിക്കുകയാണ് ചെയ്തത്. ഭഗവാനെ ത്രിഭുവനഗമനം തമാലവർണം രവികരഗൗരവരംബരം ദധാമേ ബഹുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേ നവദ്യാ. ഹേ വിജയസഖേ, ഭഗവാന്റെ ആ അർജുനന്റെ സഖാവായിരിക്കുന്ന, കൂട്ടുകാരനായിരിക്കുന്ന, സാരഥിയായിരിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ എനിക്ക് എന്നും രതി ഉണ്ടാവണേ, പ്രേമമുണ്ടാവണേ, ഭക്തി ഉണ്ടാവണേ. അവിടുന്ന് അടിയന്റെ മുമ്പിലേക്ക് ആ രഥത്തെ കയറ്റി നിർത്തി. അർജുനന്റെ വാക്ക് കേട്ടെന്നതുപോലെ രഥത്തെ കയറ്റി നിർത്തിയിട്ട് ഒരൊറ്റ നോട്ടം കൊണ്ട് ശത്രുപക്ഷത്തിലെ മുഴുവൻ ആളുകളുടെയും ആയുസ്സിനെ അപഹരിച്ച് അർജുനൻ അമ്പെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പേ ഭഗവാന്റെ ആ അനുഗ്രഹത്തിന്റെ അമ്പ് എല്ലാവരിലും എത്തിക്കഴിഞ്ഞു. നിഗ്രഹിക്കുകയാണ് ചെയ്യുന്നതെങ്കിലും ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ സാധിച്ചവരാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ പടയാളികൾ മുഴുവൻ. ദുര്യോധന മാത്രം സാധിച്ചില്ല. ഭഗവാനൊക്കെ അവിടുന്ന് പോയി കുറേ സമയം, കുറേ ദിവസങ്ങൾ
മരണത്തോട് മല്ലടിച്ച് കിടക്കേണ്ടി വന്നു. പക്ഷെ നോക്കൂ, ഇവിടെ ശരശയിൽ കിടക്കുന്ന എൻ്റെ അടുത്തേക്ക് അവിടുന്ന് വന്നിരിക്കുന്നു. അങ്ങനെ ആയുസ്സിനെ മുഴുവൻ അപഹരിച്ച അവിടുന്ന് അടിയൻ പറഞ്ഞ വാക്കിനെ സത്യമാക്കാൻ ആയുധമെടുത്തുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക് ഓടി വന്ന രംഗം അടിയന് ഇപ്പോഴും വളരെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഒരു പാണ്ഡവ യുദ്ധത്തിൽ ആയുധമെടുക്കില്ല എന്ന് ഭഗവാനെ അവിടുന്ന് പ്രഖ്യാപിച്ചു. അവിടുത്തെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്ന് ഞാനും പ്രഖ്യാപിച്ചു. അപ്പൊ അവിടുത്തെ സത്യത്തെക്കാൾ അടിയന്റെ സത്യത്തിന് പ്രാധാന്യമുണ്ടായി. അതുകൊണ്ടാണ് അർജുനന് നേരെ ഞാൻ ശരമാരി ചൊരിഞ്ഞപ്പോ അവിടുന്ന് ചക്രവും എടുത്തുകൊണ്ട് അടിയന്റെ അടുത്തേക്ക് ഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയ, ആ ഇഭം എന്ന് പറഞ്ഞാൽ ആനയെ കൊല്ലാൻ പാകത്തിന് ഒരു സിംഹം എന്നതുപോലെ അടിയന്റെ നേർക്ക് പാഞ്ഞു വന്നില്ലേ. അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ എനിക്ക് മനസ്സിലായി, അവിടെ ക്രോധത്തിന്റെ ഒരു ലാഞ്ചന പോലുമില്ല, അവിടെ കാരുണ്യം മാത്രം. എന്നോട് സ്നേഹമുള്ള, എന്നോട് കാരുണ്യമുള്ള, എന്നോട് ഭക്തവാത്സല്യം കാണിക്കുന്ന അവിടുന്ന് അടിയന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ടല്ലേ അത്തരത്തിൽ ചെയ്തത്. ഒരിക്കലും അടിയനെ കൊല്ലില്ല എന്ന് അവിടുത്തെ കണ്ണുകളിൽ നിന്ന് അടിയന് വായിക്കാൻ സാധിച്ചു. അതേപോലെ എത്ര അനുഭവങ്ങൾ ആ പാതാരബിന്ദങ്ങളിൽ അടിയനിതാ എൻ്റെ മനസ്സിനെ ചേർത്തു വെച്ച് ഈ വപുസ്സിനെ ഉപേക്ഷിക്കുകയാണ് എന്നിങ്ങനെ വിചാരിച്ചു. സ്വച്ഛന്ത മൃത്യു എന്ന ആ വരം നേടിയിട്ടുള്ള ഭീഷ്മര് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലേക്ക് ലയിച്ചു ചേർന്നു. ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസ ഉപാരങ്ങൾ, തൻ്റെ ശ്വാസത്തെ അവിടെ പിടിച്ചു വെച്ച് അതിന് മുകളിലേക്ക് ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ചുകൊണ്ട് മുകളിലേക്ക് വിട്ടു ഭഗവാന്റെ ലോകത്തിലേക്ക് ലയിച്ചു ചേരുകയും ചെയ്തു. പിന്നീട് ധർമ്മപുത്രന്റെ പിതാമഹന്റെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ നടത്തി ഭഗവാൻ അവിടുന്ന് ദ്വാരകയിലേക്ക് പോയി. ദ്വാരകയിലുള്ള ആളുകൾ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാണ്. അവരൊക്കെ സന്തോഷപൂർവ്വം ഭഗവാനെ സ്വീകരിച്ചു. ഇതിനിടയിലാണ് അവിടെ ആ ഉത്തരാദേവി ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് ഭഗവാൻ അറിഞ്ഞു. അവിടെ ചെന്നു ആ ഉണ്ണിയെ അനുഗ്രഹിച്ചു. ആ ഉണ്ണിയുടെ ജാതകം നോക്കിയ ജ്യോതിഷികള് അവർ പറഞ്ഞു, ഈ ഉണ്ണി വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവരാണ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഭഗവാനെ കാണാൻ സാധിച്ചവനാണ്, ഇക്ഷ്വാകുവിനെ പോലെ ശക്തനും അതേപോലെ രാമനെ പോലെ സത്യസന്ധനും ശിവിയെ പോലെ ദയാവായ്പുള്ള ആളും, ഇങ്ങനെ ഓരോരുത്തരെയും പോലെ ദൗഷ്യന്തിരിവയജ്വനാം എന്നൊക്കെയാണ്. ധന്വിനാം അഗ്രണീരേഷ തുല്യശ്ച അർജുനയോർദ്വയോ, അർജുനന് തുല്യമാവും, വിലാടി വീരനായിട്ട് തീരും. ഇങ്ങനെ ആ ഉണ്ണിയുടെ മഹിമകളെ വാഴ്ത്തിപ്പാടി ഏറ്റവും ഒടുവിൽ പറഞ്ഞു, അവസാനം ഒരു ബ്രാഹ്മണകുമാരന്റെ ശാപം കൊണ്ട് തക്ഷകദംശനമേറ്റ് മരണമുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത വിഷമാണ് ഈ ധർമ്മപുത്രർക്ക്. പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, സാക്ഷാൽ വേദവ്യാസ പുത്രനായിരിക്കുന്ന ശിശുവിനിൽ നിന്ന് ഭാഗവതത്തെ സ്വീകരിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരും എന്ന് കൂടി കേട്ടതോടുകൂടി സമാധാനമായി. വിതുരമഹാശയൻ തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് മൈത്രേയ മഹർഷിയെ കണ്ട് വീണ്ടും ഹസ്തിനപുരിയിലേക്ക് തിരിച്ചെത്തി. അവിടെ ധർമ്മപുത്രൻ രാജാവായി എന്നുള്ള സന്തോഷം അദ്ദേഹത്തിന് മനസ്സിലായി. നേരത്തെ തൻ്റെ ഒരു സഹോദരൻ ധൃതരാഷ്ട്രർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തതിൻ്റെ പേരിലാണ് തന്നെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കിയത്. അത് നന്നായി ഒരു നിലയ്ക്ക്, കാരണം ഈ യുദ്ധങ്ങളൊന്നും തനിക്ക് കാണേണ്ടി വന്നില്ല, ഒരു പക്ഷത്തും തനിക്ക് നിൽക്കേണ്ടി വന്നില്ല. ഏതായാലും ദുര്യോധനാദികൾ 100 പേരും മരിച്ചു കഴിഞ്ഞു. ധൃതരാഷ്ട്രരെ ഗാന്ധാരിയോടുകൂടി ഇന്നും രാജകൊട്ടാരത്തിൽ ഇരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ വിതുരമഹാശയൻ അവിടേക്ക് ചെന്നു പറഞ്ഞു, ഇനിയും ഈ ഗൃഹപാലനെ പോലെ, ഈ വീടിന് കാവൽ നിൽക്കുന്ന നായയെ പോലെ ഇങ്ങനെ കഴിയണോ ഏട്ടാ എന്നാ ചോദിച്ചത്. ഭീമസേനൻ ഉരുട്ടിത്തരുന്ന ഭക്ഷണം സത്യത്തിൽ അങ്ങയുടെ മക്കളുടെ പിണ്ടം പോലെയാണ് അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീമസേനന്റെ കയ്യിൽ അങ്ങയുടെ മക്കളുടെ ചോരക്കറ പുരണ്ടിരിക്കുന്നു. അതുകൊണ്ട് കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഈ രാജകീയമായ സുഖമാണ് ഏറ്റവും നല്ലത് എന്ന് കരുതി ജീവിക്കുകയാണോ വേണ്ടത്, അതോ
സകല രാജാക്കന്മാർക്കും രാജാവായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുകയാണ്. അഹോ മഹീയസീ ജന്തോ ജീവിതാശായ ഭവൻ. ജീവിക്കാനുള്ള ആഗ്രഹം ജന്തുക്കളുടെ, മനുഷ്യരുടെ വലുത് തന്നെയാണ്. ഭീമാപവർജിതം പിണ്ടമാദത്തെ ഗൃഹപാലകൽ. ഗൃഹപാലനെ പോലെ, ഒരു നായയെ പോലെ അങ്ങിവിടെ കഴിയുന്നതിൽ എന്താണ് അർത്ഥം എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടു. വിതുരമഹാശയന്റെ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രർ ഗാന്ധാരിയോടുകൂടി ഹിമാലയ സാനുക്കളിൽ ചെന്ന് ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു എന്നും പറഞ്ഞു. അതിനുശേഷം പിന്നീട് പറയുകയാണ്, ജിഷ്ണു ആ അർജുനൻ ദ്വാരകയിലേക്ക് പോയി തിരിച്ചു വന്നിട്ടില്ല. എന്താണോ എന്തൊക്കെയോ അപകടങ്ങൾ കാണുന്നുണ്ട്, ദുർനിമിത്തങ്ങൾ ഒരുപാട് കാണുന്നു. ജിംഹപ്രായം വ്യവഹൃതം ശാഠ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃ സുഹൃഭ്രാതൃ ദമ്പതീനാം ച കർക്കനം നിമിത്താന്യ അത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നടാം ലോഭാദ്യധർമ്മ പ്രകൃതി ദൃഷ്ടോവാച അനുജം നൃപ. ധർമ്മോത്തരർ തന്റെ അനുജനായ ഭീമസേനെ വിളിച്ചിട്ട് പറഞ്ഞു, സത്യത്തിൽ എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ ഈ പ്രളയ സമയത്ത് ഉണ്ടാകുന്നത് പോലെയുള്ള ദുർനിമിത്തങ്ങൾ കാണുന്നു. അർജുനനാണെങ്കിൽ ദ്വാരകയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. ആ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പോലും ഞാൻ സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് തൻ്റെ ഗാണ്ഡീവം ഉയർത്താൻ പോലും ആകാതെ അവിടേക്ക് കടന്നു വരുന്ന അർജുനൻ. അർജുനനോട് ചോദിച്ചു, എന്ത് പറ്റി, എന്തിനാണ് നീ കരയുന്നത്? ലോകത്തെ മുഴുവൻ ഗാണ്ഡീവത്തിന്റെ ആ ഞാണൊലിയിൽ തന്നെ വിറപ്പിക്കുന്ന സവ്യസാചിയായിരിക്കുന്ന നിനക്ക് എന്ത് പറ്റി? ആരെങ്കിലും നിന്നെ തോൽപ്പിച്ചു എന്നൊക്കെ ചോദിച്ചു. ഭഗവാനപ്പി ഗോവിന്ദോ ബ്രഹ്മണ്യോ ഭക്തവത്സല കച്ചിത്പുരേ സുധർമായ സുഖമാസ്തേ സുഹൃത. കൂട്ടുകാരോടൊക്കെ കൂടി സുഖമായിട്ടിരിക്കണില്ലേ ഭഗവാൻ എന്നൊക്കെ ചോദിക്കുന്നു. ഇതൊക്കെ ചോദിച്ചപ്പോഴേക്കും അർജുനന് മിണ്ടാൻ വയ്യാതെയായി, സംസാരിക്കാൻ സാധിക്കുന്നില്ല, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു, ഗദ്ഗതം കൊണ്ട് തൊണ്ട ഇടറുന്നു, എന്ത് പറയണമെന്ന് അറിയണില്ല. ഏട്ടന്റെ കാക്കൽ വീണ് നമസ്കരിച്ച് വീണ്ടും 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 കരഞ്ഞു. സഖ്യം മൈത്രിയും സൗഹൃദം ച സാരഥ്യാദിഷു സംസ്മരൻ. ഭഗവാന്റെ വിവിധങ്ങളായിട്ടുള്ള ആ അനുഗ്രഹ കിരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് അർജുനൻ. ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അർജുനൻ പറഞ്ഞു, വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ. നമ്മള് സത്യത്തിൽ ഭഗവാന്റെ മായയിൽ വഞ്ചിതരായിപ്പോയി. ഭഗവാന്റെ മഹത്വത്തെ നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. യാദവന്മാരുടെ കാര്യമാണ് വലിയ കഷ്ടം. വാരുണിയും മധുരാം വീത്തുക, വാരുണീ മദ്യം സേവിച്ച് പരസ്പരം തല്ലുകൂടി മരിച്ചിരിക്കുന്നു. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയിരിക്കുന്നു. ഒരു കാലത്ത് നമ്മളിൽ ആനന്ദമുണ്ടാക്കി തന്നിരുന്ന ഭഗവാന്റെ ഓരോ ലീലകളും ഇന്ന് ആ ഓർമ്മകളിൽ വല്ലാത്ത വേദനയ്ക്ക് കാരണമാകും. ഭഗവാൻ എന്നെ പലപ്പോഴും പാർത്ഥ, അർജുന, സഖേ, കുരുനന്ദന എന്നൊക്കെ വിളിക്കുമ്പോൾ ആ വിളി എൻ്റെ മനസ്സിൽ ഉണ്ടാക്കാറുള്ള ആഹ്ലാദം ഇന്ന് ആ വിളിയുടെ സ്മരണ പോലും എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ധർമ്മോത്തരനും തൻ്റെ ഈ ജീവിതം അവസാനിപ്പിക്കേണ്ട സമയമായി ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോവുക എന്ന് തീർച്ചപ്പെടുത്തി ആ പ്രസ്ഥാനം വഴി ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. അവിടെ അതെ തസ്മാനോ തൃപ്തയാ ഭക്തിയാ വിശുദ്ധിധിഷണാപരേ. സാക്ഷാൽ കുന്തിദേവിയും ദ്രൗപദിയും ഒക്കെ ആ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു. ദ്രൗപദീ ച തഥാജ്ഞായ പദീനാം അനപേക്ഷതാം വാസുദേവേ ഭഗവതി ഏകാന്തമധിരാപത്. എന്നിട്ട് അതിന്റെ ഫലശ്രുതി പറഞ്ഞു. ഈ പാണ്ഡവന്മാരുടെ കഥ യശ്രദ്ധേതൽ ഭഗവത് പ്രിയാണാം പാണ്ഡോസുതാനാമിതി സംപ്രയാണം ശൃണോത്യലം സ്വസ്ഥേനം പവിത്രം ലബ്ധ്വാഹരോ ഭക്തിമുപൈതി സിദ്ധിം. ഭക്തി ഉണ്ടാവാൻ ഈ പാണ്ഡവന്മാരുടെ, ഭക്തോത്തമന്മാരായ പാണ്ഡവന്മാരുടെ കഥ കേൾക്കുന്നത് വളരെ വിശേഷമാണ്. മംഗളത്തെ നൽകും, നമ്മുടെ ജീവിതത്തെ ശുദ്ധമാക്കുന്നതാണ് എന്നും അവിടെ സൂചിപ്പിച്ചു. അപ്പൊ ഈ മഹാപ്രസ്ഥാനത്തിന് പോകുന്നതിന് മുമ്പേ അഭിമന്യുസുതനായിരിക്കുന്ന പരീക്ഷത്തിനെ അല്ലെങ്കിൽ വിഷ്ണുരാധനെ
ചക്രവർത്തിയായി അഭിഷേകം ചെയ്ത് അവിടുത്തെ യാത്രയായിരുന്ന പരീക്ഷിത്തോ ഉത്തരന്റെ പുത്രിയായിരിക്കുന്ന ഇരാവതിയെ വിവാഹം ചെയ്തു. ജനമേജയം തുടങ്ങി 4 പുത്രന്മാരുണ്ടായി. അശ്വമേധയാഗങ്ങൾ നടത്തി. അദ്ദേഹം ഒരിക്കൽ വേഷപ്രച്ഛന്നനായി രാജ്യത്ത് സഞ്ചരിക്കുമ്പോൾ സരസ്വതി നദിയുടെ തീരത്തേക്ക് എത്തി. അവിടെ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു എന്ന് പറയുന്നു. ഒരു ശൂദ്രൻ രാജവേഷത്തിൽ നിന്നുകൊണ്ട് ഒരു പശുവിനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പശുവിനും അതേപോലെ തന്നെ 4 കാലുകളിൽ 3 കാലും നഷ്ടപ്പെട്ട ഒരു കാളയെയും അതികഠിനമായിട്ട് ദ്രോഹിക്കും. പരീക്ഷത്തിന് അത് സഹിക്കാവുന്നതിലപ്പുറത്തായിരുന്നു. താൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ പാണ്ഡവന്മാരുടെ ഭഗവത് ഭക്തിയെക്കുറിച്ചും ഭഗവാന്റെ ഭക്തവാത്സല്യത്തെക്കുറിച്ചും കേട്ട് സന്തോഷിച്ച പരീക്ഷത്തിന് ഇപ്പോ ഈ പ്രവൃത്തി ഒട്ടും സഹിക്കാവുന്നതായില്ല. ആ ശൂദ്രനായിരിക്കുന്ന രാജവേഷധാരിയെ നിഗ്രഹിക്കാൻ തീർച്ചപ്പെടുത്തി. അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ പുറപ്പെട്ട രാജാവ് വാളും വീശിക്കൊണ്ട് ചെന്നപ്പോഴേക്കും അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കി. രാജാവ് പിന്നാലെ. അവസാനം ഭഗവാൻ ആ ഭഗവത് ഭക്തനായ പരീക്ഷത്തിന്റെ പാതാരബിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ് ആ രാജവേഷധാരി. പറഞ്ഞു, ഞാൻ യുഗദേവനായ കലിയാണ്, എന്നെ കൊല്ലരുത്. ഇത് യുഗധർമ്മമാണ്. അങ്ങനെ അധർമ്മം എന്ന് കരുതുന്നത് പോലും ഈ യുഗത്തിന്റെ ധർമ്മമാണ്, അതുകൊണ്ട് എന്നെ കൊല്ലരുത് എന്ന് പറയുന്നു. അപ്പൊ പരീക്ഷിത്ത് പറഞ്ഞെങ്കിൽ നിന്നെ ഇവിടെ കാണാൻ പാടില്ല, എൻ്റെ രാജ്യത്ത് നിന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് കലിയെ പറഞ്ഞയക്കുകയാണ്. കലിയെ എന്തുകൊണ്ടാണ് പരീക്ഷിത്ത് കൊല്ലാതെ വിട്ടത്? ഒന്ന്, ശരണാഗതിയായ ഒരാളെ ദ്രോഹിക്കാൻ പാടില്ല, അത് വീരന്മാർക്ക് ചേർന്നതല്ല. അതിനേക്കാൾ വലുതായിട്ട് മറ്റൊന്ന്, സാരഗ്രാഹിയാണ് പരീക്ഷിത്ത്. ഉള്ളതിലെ നന്മയെ കാണുക, അതാണ് സാരഗ്രാഹി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെയും അത് ആ പരീക്ഷിത്ത് മനസ്സിലാക്കി. കാരണം ഈ കലിയുഗം എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും കലിയുഗത്തിന് മഹത്തായ ഒരു ഗുണമുണ്ട്. അതെന്താ? കലവ് കേശവ തീർക്കല. മറ്റു യുഗങ്ങളിൽ യാഗം കൊണ്ടും ധ്യാനം കൊണ്ടും പൂജ കൊണ്ടും നേടിയെടുക്കാൻ സാധിക്കുന്നത് കലിയുഗത്തിൽ ഭക്തി കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. നാമസങ്കീർത്തനം ഭക്തിയാണ് കലിയുഗത്തിന്റെ ധർമ്മം തന്നെ. നാമമാണ് കലിയുഗത്തിൽ ഭഗവാനിലേക്ക് എത്താനുള്ള വഴി. അത് തിരിച്ചറിഞ്ഞ് അനായാസേന ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് കലിയെ കൊന്നില്ല. കലിയോട് പറഞ്ഞു, നിനക്ക് ഇരിക്കാനായിട്ട് ഞാൻ 4 സ്ഥലങ്ങൾ തരാം, അവിടെ മാത്രമേ നിന്നെ കാണാൻ പാടുള്ളൂ. കലി പറഞ്ഞു, തീർച്ചയായും അവിടെ വരുന്നവരെ മാത്രമേ ഞാൻ ആക്രമിക്കുള്ളൂ, മറ്റാരെയും ഞാൻ ദ്രോഹിക്കില്ല. എങ്കിൽ അവിടെ പറഞ്ഞു, എങ്കിൽ തീർച്ചയായും 4 സ്ഥലങ്ങൾ കൊടുത്തു. ദ്യൂതം, പാനം, സ്ത്രീയ, സൂന. 4 സ്ഥലങ്ങളാണ്. ഒന്ന് ദ്യൂതം, ഒന്ന് ചൂതുകൾ. പാനം എന്ന് പറഞ്ഞ മദ്യപാനം. സ്ത്രീയ, സ്ത്രീ, പരപുരുഷ പരസ്ത്രീ ബന്ധം. സൂന, അഹിംസ. ഈ 4 ഇടങ്ങളിൽ മാത്രമേ നിന്നെ കാണാൻ പാടുള്ളൂ എന്നാണ് പരീക്ഷത്തിന്റെ കൽപ്പന. കലി പുനശ്ചയാചമാനായ, വീണ്ടും യാചിച്ചു, എന്തെങ്കിലും ഒന്നുകൂടി തരണേ എന്ന് പറഞ്ഞു. അപ്പൊ കൊടുത്തതാണ് ജാതരൂപം എന്ന് വെച്ചാൽ സ്വർണം അല്ലെങ്കിൽ സമ്പത്ത്. ഈ 5മായി ബന്ധപ്പെട്ടിട്ട് കലിയുടെ വിളയാട്ടങ്ങൾ നടക്കുന്നുള്ളൂ. ഇത് 5മായി ബന്ധപ്പെട്ടാൽ മാത്രമേ കലിയുഗത്തിലെ ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കുള്ളൂ. ഇതിനെയൊക്കെ ഒഴിവാക്കാൻ സാധിച്ചാൽ കലിയുഗം ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ്. അല്ലെ? പൂന്താനം ഭഗവാന്റെ ആ ദിവ്യമായ ജ്ഞാനപാലയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, കലിക്കും നമസ്കാരം, യുഗം 4ലും നല്ലു കലിയുഗം എന്നാണ്. കലിയുഗത്തിന്റെ ദോഷങ്ങളെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട. കലിയുഗത്തിന് മഹത്തായ ഒരു ഗുണമുണ്ട്. കലവും കേശവ കീർത്തനാൽ, ഹരിനാമം കൊണ്ട് കലിയുഗത്തിലെ എല്ലാ ദോഷങ്ങളെയും തീർക്കാൻ സാധിക്കും. എവിടെ ഹരിനാമമുണ്ടോ അവിടെ കലിയുടെ ആക്രമണം ഉണ്ടാവില്ല. കലിയാകുന്ന കരിയെ ഓടിക്കാൻ ഹരിയാകുന്ന ആ നാമത്തിന് സാധിക്കുമെന്നാണ്. ആ ഹരിഗർജനം കേൾക്കുന്ന മാത്രയിൽ ഘോരപാപങ്ങളാമൻ ഗജങ്ങൾ ദൂരത്തിൽ ഒടിമറയുന്നു തൽക്ഷണം എന്ന് പറഞ്ഞതുപോലെ ഏതായാലും ഈ 5 സ്ഥാനങ്ങൾ കൊടുത്തു. അവിടെയാണ് കലിയുടെ വാസസ്ഥാനങ്ങൾ. നമ്മൾ തിരിച്ചറിയണം. ഭാഗവതം പറയുന്നു, ഈ 5നെയും നമ്മൾ സ്വീകരിക്കരുത്. ചൂതുകളി, അതേപോലെ മദ്യപാനം, പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾ, ഹിംസ, സമ്പത്ത്. ഈ 5മാണ്
കലിയുഗത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെയാണ്, അത് മാത്രമാണ് എന്ന് തന്നെ പറയാം. നോക്കൂ, ഇവിടെ പരീക്ഷത്തിനെ പോലും കലി ബാധിച്ചത് ഈ 5-1 പരീക്ഷത്ത് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. പരീക്ഷത്ത് സ്വീകരിച്ചത് എന്താ? സൂന എന്നുള്ളതാണ്. ഹിംസ ചെയ്തു. എങ്ങനെയാണത്? പരീക്ഷത്തിന്റെ ഹിംസ എന്തായിരുന്നു? കാട്ടിൽ പോയി നായാട്ട് നടത്തി. അപ്പൊ മൃഗങ്ങളെ കൊന്നു തള്ളി. അങ്ങനെ മൃഗങ്ങളെ, എത്രയോ നിരപരാധികളെ കൊന്നു തള്ളേണ്ടി വന്നു. ആ ഒരു പാപം കൊണ്ട് ഉള്ളിൽ കലി കയറി. നമ്മൾ പറയാറുണ്ട് ദേഷ്യം വരുമ്പോൾ, അല്ലേ, എനിക്ക് കലി കയറുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കലി കയറി. അതുകൊണ്ടാണ് ഋചീകൻ എന്ന മഹർഷിയുടെ ആശ്രമത്തിലെത്തിയതും അദ്ദേഹത്തിനോട് വെള്ളം ചോദിച്ചതും ആ ദാഹം തീർക്കാൻ അദ്ദേഹം ഒന്നും തരാതിരുന്നപ്പോൾ അദ്ദേഹം ഭഗവത് ഭക്തിയിലെല്ലാം മറന്ന് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവില്ലാതെ പോയി ആ ശമീകന്റെ കഴുത്തിലേക്ക് ചത്ത പാമ്പിനെ കൊണ്ടിട്ട് അവിടുന്ന് തിരിച്ചു പോയത്. ഇത് കേട്ടു ശൃംഗി എന്ന ആ മുനികുമാരൻ പറഞ്ഞു, ഇത് ലംഘിത മര്യാദ വിട്ട് പ്രവർത്തിച്ചു. എല്ലാത്തിനും ഒരു മര്യാദ വേണം, ഒരു അതിർത്തി വേണം, അല്ലേ? രാജാവാണെന്ന് പറഞ്ഞിട്ട് കാട്ടിൽ വന്ന് ആരോടും ഒന്നും ആരെയും അറിയിക്കാതെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ സ്വസ്ഥമായിരുന്ന് തപസ് ചെയ്യുന്ന ഒരു മുനിയെ ഇങ്ങനെ അപമാനിച്ചത് കൊണ്ട് തക്ഷക സപ്തമേഹനി, 7-ാം ദിവസം തക്ഷക ദംശനമേറ്റ് മരണം എന്ന് പറയും. ഇത് ലംഘിത മര്യാദം തക്ഷക സപ്തമേഹനി ദംക്ഷതി സ്മ കുലാങ്കാരം ചോദിതോമേ തദ്ദ്രുഹം. ഇത് കേട്ടപ്പോ പരീക്ഷിത്ത് അറിഞ്ഞതിന് മുമ്പ് തന്നെ ശമീകൻ അറിഞ്ഞു. ശമീകൻ പറഞ്ഞു, സത്യത്തിൽ ഉണ്ണി നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഓരോ പ്രവൃത്തി ചെയ്താലും അതിനുള്ള ശിക്ഷ വിധിക്കാൻ നമുക്ക് അധികാരമില്ല. ഇനി ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ ഓരോന്നിനും യോജിച്ച ശിക്ഷയെ കൊടുക്കാൻ പാടില്ല. എൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ കൊണ്ടുവന്ന് ഇടുക എന്നുള്ളത് എത്രയോ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. കാരണം ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാരാമനാണ്. അതുകൊണ്ട് ചെയ്തത് വലിയ തെറ്റായിപ്പോയി. അതുകൊണ്ട് വളരെ വേഗത്തിൽ പരീക്ഷത്തിനെ വിവരം അറിയിക്കുക എന്ന് പറയുന്നു. മുനികുമാരന്മാരെ ചെന്ന് കാര്യം അറിയിച്ചു. പരീക്ഷിത്ത് തൻ്റെ പുത്രനായ ജനമേജയന് രാജ്യഭാരം ഏൽപ്പിച്ചു. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് തനിക്ക് ഇത്തരത്തിലൊരു ശാപമുണ്ടായത്. ആ ശാപത്തിലൂടെ തനിക്ക് ജീവിതത്തിനോട് വിരക്തി വന്നത്. അതുകൊണ്ട് ഇനിയുള്ള കാലം ഭഗവാനെ മാത്രം വിചാരിച്ച് ആഹാര നിഹാരാദികളൊക്കെ ഉപേക്ഷിച്ച് പ്രായോപവേശം ചെയ്യാം എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം ഗംഗാനദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. അവിടേക്ക് നിരവധിയായിരിക്കുന്ന ഋഷീശ്വരന്മാര് അത്രിർ വസിഷ്ഠ ചവന ശരദ്വാനിഷ്ടനേകൻ ഭൃഗുരംഗിരാശ്ച പരാശരോ ഗാന്ധിസുതോധ രാമയുദ്ധധ്യ ഇന്ദ്രപ്രവചത്മവാഹോ മേധാതിഥിർ ദേവരാഷ്ട്രിഷേണോ ഭാരദ്വാജോ ഗൗതമ പിപ്പലാദ മൈത്രേയ ഔവ കവശ കുംഭയോനിർ ദ്വൈപായനോ ഭഗവാൻ നാരദശ്ച. സകല ഋഷീശ്വരന്മാര്, ദേവർഷിമാര്, ബ്രഹ്മർഷിമാര്, രാജർഷിമാര് അവരൊക്കെ വന്നു. അവർക്ക് ആർക്കും തന്നെ രാജാവിനെ ഈ ശാപത്തിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാം എന്ന് അറിയുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ, വ്യാസപുത്രനായിരിക്കുന്ന ഭഗവാൻ തന്നെ ഒരു ബാലയോഗിയുടെ രൂപത്തിൽ വന്നതുപോലെ അവധൂത വേഷത്തിൽ ദേഹത്ത് ഒരു വസ്ത്രം പോലും ധരിച്ചിട്ടില്ല, ഒരു നൂല് പോലുമില്ല. കാരണം എന്താ? ദേഹബോധമില്ല എന്നുള്ളതാണ്. പ്രാരബ്ധത്തിന്റെ ഭാഗമായിട്ട് ദേഹം സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ദേഹം സ്വീകരിച്ചപ്പോൾ അതിലെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഈശ്വരോപാസനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ആളാണ് ശ്രീശുബ്രഹ്മർഷി. ഏകദേശം 16 വയസ്സ് മാത്രം, തം ദുഷ്ടവരുഷം 16 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ ഉണ്ണിയെ വീടുങ്ങനെ നമസ്കരിച്ചു പരീക്ഷിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? മ്രിയമാണ് ആ മരണം കാത്തു കിടക്കുന്ന ആളുകൾക്ക്. അത പ്രക്ഷാമി സംസിദ്ധി യോഗിനാം പരമം ഗുരും പുരുഷസ്യേഹ കാര്യം മ്രിയമാണസ്യ സർവ്വത. മരണം കാത്തു കിടക്കുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യന്റെ മറ്റൊരു പര്യായമാണ് മർത്യൻ എന്നുള്ളത്. മരണമുള്ളവനാണ് മർത്യൻ.
അപ്പൊ മരണം കാത്തു കിടക്കുന്ന ഒരാളെ മരണമുള്ളവൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്ത് ചെയ്യണം? ഇവിടെ പരീക്ഷത്തിന് വലിയൊരു ഭാഗ്യമുണ്ട്. 7-ാം ദിവസം മരിക്കും എന്നുള്ളത് 7-ാം ദിവസമേ മരിക്കുകയുള്ളൂ എന്നുള്ളൊരു ഉറപ്പാണ്. നമുക്കൊന്നും ആ ഉറപ്പില്ല അല്ലെ. ഏത് ദിവസവും വേണമെങ്കിൽ 7-ാം ദിവസമാകാൻ സാധ്യതയുണ്ട്. പരീക്ഷത്തിന് അങ്ങനെയല്ല, 7-ാം ദിവസമേ മരിക്കുകയുള്ളൂ. ഈശ്വരന്റെ ശാപമാണ്. ആ ശാപത്തെ അനുഗ്രഹമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കണം, മരണാസന്നനായിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ശ്രീശു ബ്രഹ്മർഷി അതിന് മറുപടി പറയാനായിട്ട് ആരംഭിച്ചു. ഇതാണ് 2-ാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ ആ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ പറഞ്ഞു, മരണാസന്നനായിരിക്കുന്ന ഒരാൾ മരണത്തിൽ എന്ത് ചെയ്യണം? ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ഒരു മനുഷ്യന്റെ ജീവിത ലാഭം എന്ന് പറയുന്നത് അവസാനം ഭഗവാനെ സ്മരിക്കുക. എന്നാൽ അവസാനം ഭഗവാനെ സ്മരിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യമേ ഭഗവാനെ സ്മരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ വരില്ലേ. അതുകൊണ്ട് അതിന് യോജിച്ചതായിട്ടുള്ള അങ്ങയുടെ സ്മൃതിയിൽ ഭഗവത് സ്മൃതി ഉണ്ടാകാൻ പാകത്തിന് ഒരു കൃതിയുണ്ട്. അതാണ് എൻ്റെ അച്ഛൻ ഏറ്റവും ഒടുവിൽ എഴുതിയ, എന്നെ പഠിപ്പിച്ച ശ്രീമദ് ഭാഗവതം. ആ ശ്രീമദ് ഭാഗവതത്തിലൂടെ അങ്ങക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഘട്വാങ്കന് ഒരു മുഹൂർത്തം മാത്രം, ഏകദേശം ഒരു 48 മിനിറ്റ് മാത്രം ജീവിതം ബാക്കിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ രാജർഷി ഭാരതഭൂമിയിൽ വന്ന് ഭഗവാനെ ഭജിച്ച് മോക്ഷം നേടി എന്നിരിക്കെ അങ്ങക്ക് 7 ദിവസമുണ്ട് ജീവിതാവധി എന്ന് പറയുമ്പോൾ അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? 7 ദിവസമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, 7 ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചോളൂ. ഭാഗവതം നമുക്ക് തരുന്ന മറ്റൊരു ഉപദേശമാണ് ജീവിതത്തിൽ ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുക, ഇല്ലാത്തതിനെ കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുക. ഉള്ളത് ഒരു പാത്രത്തിൽ പകുതി വെള്ളമുണ്ട് എന്ന് പറയാം, പകുതി വെള്ളമില്ല എന്ന് പറയാം. രണ്ടും സത്യമാണ്. വെള്ളമുണ്ട് എന്ന് പറയുന്നവൻ ജീവിതത്തെ സന്തോഷകരമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. വെള്ളമില്ല എന്ന് പറയുന്നവൻ എന്നും ആ ഇല്ലായ്മയുടെ വല്ലായ്മ പേരിക്കൊണ്ട് ജീവിക്കേണ്ടി വരും എന്ന് കാണിച്ചു തരുന്നു. പിന്നെ ശ്രീശു ബ്രഹ്മർഷി ഭഗവാന്റെ സ്ഥൂലസ്വരൂപമായ പ്രപഞ്ചത്തെയും സൂക്ഷ്മസ്വരൂപമായ ആ ഭഗവത് ചൈതന്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് എനിക്ക് ശക്തി ഉണ്ടാവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ശ്രീശു ബ്രഹ്മർഷി. ഇവിടെ ആ വാക്കുകളിൽ അവസാനം എന്താ പറയുന്നത്? ഭൂതേർമഹദ്ഭിർയ ഇമാ പുരോ വിഭുർ നിർമ്മായ ശക്തേ യദമൂഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. എൻ്റെ വാക്കുകളിൽ അവിടുന്ന് തന്നെ എന്നും മിന്നിത്തിളങ്ങണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ. ഒന്നുമേ നൈപുണ്യമല്ല കണ്ണ, എല്ലാം നിൻ കാരുണ്യമൊന്നു മാത്രം എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ജീവിതത്തെ വളരെ സന്തോഷകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാം എൻ നൈപുണ്യം എന്ന് വിചാരിക്കുമ്പോഴാണ് കുഴപ്പം. ഇത് ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്, എൻ്റെ കഴിവ് ഭഗവാന്റെ കനിവ് മാത്രമാണ് എന്ന് തിരിച്ചറിയും. ഏതായാലും ഇങ്ങനെ ആ ശ്രീശു ബ്രഹ്മർഷി കഥ പറയാൻ തുടങ്ങുന്നു. പറഞ്ഞു, ആദ്യം ബ്രഹ്മനാരദ സംവാദ രൂപത്തിൽ ഭാഗവതത്തെ ഉള്ള നേരത്തെ പറഞ്ഞതാണ്. ബ്രഹ്മാവിന്റെ മുമ്പിൽ നാരദൻ വന്നിട്ട് ചോദിച്ചു, അങ്ങ് സൃഷ്ടികർത്താവാണല്ലോ, എന്നാൽ അങ്ങ് ഇടയ്ക്കൊക്കെ ചില ധ്യാനങ്ങളൊക്കെ നടത്തുന്നുള്ളൂ, അങ്ങ് കണ്ണടച്ച് ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹത്തെ ബ്രഹ്മാവ് തൻ്റെ പുത്രനായിരിക്കുന്ന നാരദന് ഉപദേശിച്ചു കൊടുത്തു. ആ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് സൃഷ്ടി ചെയ്യാൻ സാധിക്കുന്നത്. അഗ്നി ജ്വലിക്കുന്നത്, സൂര്യൻ പ്രകാശിക്കുന്നത്, കാറ്റ് വീശുന്നത് എന്ന് വേണ്ട സകല ചരാചരങ്ങളും ആ ഭഗവാന്റെ സങ്കല്പമനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭഗവാന്റെ അവതാരങ്ങളെ ഓർമ്മിക്കുക എന്നുള്ളതാണ് ഭക്തി ഉണ്ടാവാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് അവിടെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ വർണ്ണിച്ചു. ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞു, ഇതം ഭാഗവതം നാമ എന്മേ ഭഗവതോദിതം. നാരദ മഹർഷിയുടെ അടുത്ത്
ബ്രഹ്മാവ് പറയുകയാണ്, നാൻമുഖൻ പറയുകയാണ്, ഇതൊക്കെ എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നതാണ്, ഭഗവാൻ പകർന്നു തന്നതാണ്, അതിനെയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്. ഇതിനെ വേണ്ട പോലെ ത്വമേത വിപുലീകുരു, നീ ഇതിനെ വിപുലീകരിച്ച് ലോകത്തിനായിട്ട്, ലോകത്തിന്റെ നന്മയ്ക്കായിട്ട്, ലോകത്തിൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ വേണ്ടത് ചെയ്യൂ എന്ന് പറയുക. അതേ തുടർന്ന് പിന്നീട് പരീക്ഷത്തിന്റെ ചോദ്യങ്ങളാണ് ഒരധ്യായം മുഴുവൻ നമ്മൾ കേട്ടത്. ആ ചോദ്യങ്ങളാണ് ശ്രീ ശിവബ്രഹ്മർഷിയുടെ ഭാഗവത കഥാകഥനത്തിനുള്ള മറുപടിയായി തീർന്നത്. ഈ ഭഗവാൻ ബ്രഹ്മാവിനെ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. അത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാൻ തൻ്റെ നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ആ നാൻമുഖൻ ഭഗവാനെ തപസ്സു ചെയ്തു. ആ തപസ്സിനൊടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ദദർശ തത്രാഖില സാത്വതാം പതിം ശ്രിയപതിം യജ്ഞപതിം ജഗത്പതിം സുനന്ദനന്ദ പ്രബലാരണാദിഭിസ്വപാർഷദമുഖ്യൈ പരിസേവിതം വിഭു. ഭഗവാനെ കണ്ടു, ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ പറഞ്ഞു, നിനക്കൊരിക്കലും ഈ സൃഷ്ടി ചെയ്യുന്ന സമയത്ത് മമതയും അഹന്തയുമാണ് ലോകത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഞാനെന്നും എൻ്റേതെന്നുള്ള ചിന്തയാണ് ദുഃഖങ്ങൾക്ക് കാരണം. മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, ഇത് എൻ്റേതാണ് എന്നുള്ള തോന്നലാണ് ദുഃഖത്തിന് കാരണം. അതില്ലാതെയാവാൻ എന്ത് വേണം? എല്ലാം ഭഗവാനാണെന്നും എല്ലാം അതുകൊണ്ട് തന്നെ ഭഗവാന്റേതാണെന്നുള്ള ചിന്ത വരിക. ഇതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അഹമേവാസമേവാഗ്രേ, ഞാൻ മാത്രമേ മുമ്പുണ്ടായിരുന്നുള്ളൂ, ഇനി ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഭഗവാൻ 4 ശ്ലോകങ്ങളിലൂടെ ബ്രഹ്മാവ് ഉപദേശിച്ചു. അതാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭാഗം. അങ്ങനെ ബ്രഹ്മാവ് നാരദന്, നാരദൻ വേദവ്യാസന്, വേദവ്യാസന് ശ്രീശുകന്, ശ്രീശുകമുഖാരവിന്ദത്തിൽ നിന്ന് ഞാൻ കേട്ടതിനെ യഥാധീതം യഥാമതി, സുഖം പറയാണ്, ഞാൻ എന്താണോ ധരിച്ചത് അത് എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് പറഞ്ഞു തരാം എന്ന് പറയുക. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു, ഭാഗവതം എൻ്റെ പിതാവ് ഏറ്റവും ഒടുവിൽ രചിച്ചതാണ്, നിർമ്മിച്ചതാണ്, അത് എനിക്ക് തന്നു, അത് ഞാനിതാ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. ഇതം ഭാഗവതം പുരാണം ദശലക്ഷണം, 10 ലക്ഷണങ്ങളോട് കൂടിയതാണ് ഈ പുരാണം. സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാനുഗഥ നിരോധം മുക്തി ആശ്രയം എന്നിങ്ങനെ 10 ലക്ഷണങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിന്. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ, ആ 9 ലക്ഷണങ്ങൾ, ആദ്യത്തെ സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാനുഗഥ നിരോധം മുക്തി, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനെ പറഞ്ഞു തരുന്നത് ആശ്രയം എന്ന ലക്ഷണത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോ ഭാഗവതത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇത്. മുക്തി ലഭിച്ചു കഴിഞ്ഞാൽ അതിനും അപ്പുറം ഒരു തലമുണ്ട് എന്ന് ഭാഗവതം കാണിക്കുകയാണ്. അതാണ് പാദാരവിന്ദം ഭവസിദ്ധുബോധം എന്ന കർദവ പ്രജാപതി സ്തുതിക്കുന്ന ഭഗവാന്റെ ആ കാലടികൾ, ആ കാലടികളെ ആശ്രയിക്കണം. ഇതാണ് ഭാഗവതത്തിന്റെ അവസാനത്തിൽ മാർക്കണ്ഡേയൻ ആ കാലടികളെ ആശ്രയിക്കുന്നത്. ആ കാലടിയെ തന്നെ അതിന്റെ മാധുര്യം ആസ്വദിച്ചു കൊണ്ട് കിടക്കുന്ന ആലില കണ്ണനായി ഭഗവാനെ ഭാഗവതം കാണിച്ചു തരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ആശ്രയത്തിലേക്ക്, ഏകാശ്രയം ഭഗവാനാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തലാണ് ഭാഗവതത്തിലൂടെ നമ്മൾ സ്വായത്തമാക്കേണ്ടത്. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തന്നെ ഭാഗവത സ്വരൂപി തന്നെ നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ ദീപാരാധനയോടുകൂടി സമർപ്പിക്കാം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം ഭവനപുരേശ രാധാ കൃഷ്ണ ശരണം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം ചോറ്റാനിക്കരവാഴും ദേവി ശരണം രാധാ